അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ എപ്പോഴും ഓതുന്ന ഒരു വലിയ മഹത്തായ സൂറത്താണ് സൂറത്തുൻ നസ്ർ. പ്രത്യേകിച്ച് നിസ്കാരത്തിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ എല്ലാ കാര്യങ്ങളും ഫത്ഹാകാൻ വേണ്ടി, എല്ലാ കാര്യങ്ങളും എളുപ്പമാകാൻ വേണ്ടിയൊക്കെ നമ്മളൊക്കെ എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൻ നസ്ർ. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇദാ ജാഅ നസ്റുല്ലാഹ്. ജാഅ കഴിഞ്ഞ സൂറത്തുൽ മസ്ദിൽ പറഞ്ഞു, മദ്ദക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് വന്നതെങ്കിൽ മദ് മുത്തസിൽ, അടുത്ത വാക്കിലാണ് വന്നതെങ്കിൽ മദ് മുൻഫസിൽ. ഇവിടെ ഒരേ വാക്കാണ്. മദ്ദക്ഷരത്തിന് ശേഷം നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിന് ശേഷം ഇവിടെ അലിഫാണ്, അലിഫിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണ്. ജാഅ മദ് മുത്തസിലാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. നസ്റുല്ലാഹി വൽ 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 ഫത്ഹ്. ഫ തഇന് സുക്കൂനാണ്, ഫത്. ഹഇന് സുക്കൂനാണ്, ഹു എന്നാണ്. നിർത്തുമ്പോൾ സുക്കൂൻ കൊടുക്കണം. തഉം ഹഉം സുക്കൂനാണ്. വൽ ഫത്ഹ്. വൽ ഫത്ഹ് എന്ന് പറയുന്നത്, വൽ ഫത്ഹ് എന്ന് പറയുന്നത് വൽ ഫത്ഹ്. ഒഴിവാക്കാനും പാടില്ല. തഉം ഹഉം ഒഴിവാക്കാൻ പാടില്ല. വൽ ഫത്ഹ്. إذا جاء نصر الله والفتح. ആ ഒരു രൂപത്തിലാണ് വരേണ്ടത്. ورأيت الناس يدخلون في دين الله أفواجا. ورأيت الناس يدخلون, നൂനിന് സുക്കൂൻ കൊടുത്തു നിർത്തിയപ്പോൾ. يدخلون في دين الله, في دين الله കൂട്ടി വായിക്ക. في دين الله أفواجا. أفواجا أف أفوا أف أفوا أفواجا. في دين الله أفواجا. ورأيت الناس يدخلون في دين الله أفواجا. فسبح بحمد ربك واستغفره. فسبح بحمد ربك, بحمد ربك വസിലിന്റെ ഹംസ, അതിന്റെ ഇടയിലുള്ള ആലിഫ് ഉണ്ടല്ലോ ഹംസ, ആ ഹംസ ഉച്ചരിക്കുകയില്ല, കൂട്ടി വായിക്കുമ്പോ. ാണ് റാഇന് സുക്കൂന് മുമ്പ് കസ്ർ വന്നാൽ റാഇനെ തർഖീഖ് ചെയ്യണം. വസ്തഗ്ഫിർ എന്ന് പറയുന്നത് വസ്തഗ്ഫിർ. ഹാഇന് സുക്കൂൻ കൊടുത്തു നിർത്തിയപ്പോൾ, ഹാഇന് സുക്കൂൻ കൊടുത്തു നിർത്തിയപ്പോൾ. വസ്തഗ്ഫിർ. ഫിർഹ് എന്നല്ല, ഫിർ. ചെറിയ നിലക്ക് ആ ഹാഇന് വരണം. വസ്തഗ്ഫിർ. റാഇന് സുക്കൂനാണ്. വസ്തഗ്ഫിർ എന്നല്ല, വസ്തഗ്ഫിർ. ഇന്നഹു കാന തവ്വാബാ. സൂറത്തുൽ മസ്ദിന്റെ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞിരുന്നു ഹു എന്നത് നീട്ടാനുള്ള കാരണം ശേഷമുള്ളതും മുമ്പുള്ളതും സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ഹു എന്നത് നീട്ടും. ശദ്ദുള്ള നൂനാണ്. ശദ്ദുള്ള നൂൻ എന്ന് പറഞ്ഞാൽ ന് പ്ലസ് ന എന്നുള്ളതാണ്. ന് പ്ലസ് ന, ന് പ്ലസ് ന എന്നുള്ളതാവുമ്പോ നായാണ് അവസാനം, അല്ലേ? ന ഹു എന്നതിന്റെ തൊട്ട് മുമ്പ് ന എന്നുള്ള, തൊട്ട് ശേഷം ക എന്നുള്ളതാണ്. രണ്ടോടത്തും സുക്കൂനില്ല, അതുകൊണ്ട് ഹു എന്നത് നീട്ടും.
ഇന്നഹു ചെറിയ നിലക്ക് നീട്ട ഇന്നഹു കാന തവ്വാബ. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ഇവിടെ വസ്തഗ്ഫിർ അവിടെ നിർത്തുന്നില്ല എങ്കിൽ ഹു എന്ന് സുക്കൂനല്ല, അപ്പൊ പിന്നെ അവിടെ ലൊമ്മായിട്ട് വരും, നീട്ടാൻ പാടില്ല. അറിയാതെ ചിലപ്പോൾ നീണ്ടു പോകാൻ സാധ്യതയാണ്. വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. വസ്തഗ്ഫിർഹു അവിടെ നിർത്തണമെന്നില്ല, നിർബന്ധമില്ല. അഥവാ ഒരാൾ നിർത്തുകയാണെങ്കിൽ വസ്തഗ്ഫിർ, നിർത്താതെ പോവുകയാണെങ്കിൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. വസ്തഗ്ഫിർഹു എന്ന് പറഞ്ഞ് നിർത്തരുത്. അങ്ങനെ പിന്നെ നിർത്തരുത് എന്നല്ല, അങ്ങനെ കൂട്ടി വയ്ക്കരുത്. വസ്തഗ്ഫിർഹു ഇന്ന അറിയാതെ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്, അവിടെ നീട്ടരുത്. വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഒന്ന് ഓതി നോക്കി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره فسبح بحمد ربك واستغفره إنه كان توابا. നീട്ടിയാ മതി, മറ്റു അക്ഷരങ്ങളൊന്നും വരാൻ പാടില്ല. തവ്വാബ ഇന്നഹു കാന ശദ്ദുള്ള നൂനാണ്. ഇന്നഹു കാന തവ്വാബ മതി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അള്ളാഹു നമുക്ക് മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.